കർത്താവ് നിങ്ങളോട് കൂടെ, ആത്മാവോടും കൂടെ. യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. അധ്യായം 1, തിരുവചനങ്ങൾ 19 മുതൽ. അക്കാലത്ത് നീ ആരാണ് എന്ന് ചോദിക്കാൻ യഹൂദർ ജെറുസലേമിൽ നിന്ന് പുരോഹിതന്മാരെയും ലേവ്യരെയും അയച്ചപ്പോൾ യോഹന്നാൻ്റെ സാക്ഷ്യം ഇതായിരുന്നു: ഞാൻ ക്രിസ്തുവല്ല. അവൻ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു. അവർ ചോദിച്ചു, എങ്കിൽ പിന്നെ നീ ആരാണ്? ഏലിയായോ? അല്ല എന്ന് അവൻ പ്രതിവചിച്ചു. അവർ വീണ്ടും ചോദിച്ചു, എങ്കിൽ നീ പ്രവാചകനാണോ? അല്ല എന്ന് അവൻ മറുപടി നൽകി. അവർ വീണ്ടും ചോദിച്ചു, അങ്ങനെയെങ്കിൽ നീ ആരാണ്? ഞങ്ങളെ അയച്ചവർക്ക് ഞങ്ങൾ എന്ത് മറുപടി കൊടുക്കണം? നിന്നെക്കുറിച്ച് തന്നെ നീ എന്തു പറയുന്നു? അവൻ പറഞ്ഞു, യേശയ്യാ ദീർഘദർശി പ്രവചിച്ചതുപോലെ കർത്താവിൻ്റെ വഴികൾ നേരെയാക്കുവിൻ എന്ന് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദമാണ് ഞാൻ. ഫരിസേയരാണ് അവരെ അയച്ചത്. അവർ അവനോട് ചോദിച്ചു, നീ ക്രിസ്തുവോ ഏലിയായോ പ്രവാചകനോ അല്ലെങ്കിൽ പിന്നെ സ്നാനം നൽകാൻ കാരണമെന്ത്? യോഹന്നാൻ പറഞ്ഞു, ഞാൻ ജലം കൊണ്ട് സ്നാനം നൽകുന്നു, എന്നാൽ നിങ്ങൾ അറിയാത്ത ഒരുവൻ നിങ്ങളുടെ മധ്യേ നിൽപ്പുണ്ട്. എൻ്റെ പിന്നാലെ വരുന്ന അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല. യോഹന്നാൻ സ്നാനം നൽകിക്കൊണ്ടിരുന്ന ജോർദാൻ്റെ അക്കരെ ബഥാനിയായിലാണ് ഇത് സംഭവിച്ചത്. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ക്രിസ്തുമസിനും ന്യൂ ഇയറിന് ശേഷമൊക്കെയുള്ള ഈ ദിവസങ്ങളിൽ യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ നിന്നാണ് നമ്മൾ വായിച്ചു കേൾക്കുന്നത്. ഇന്ന് സ്നാപക യോഹന്നാൻ്റെ ജീവിതത്തിലേക്കുള്ളൊരു എത്തിനോട്ടമാണ് ഈ ഒരു വചനഭാഗം. സ്നാപക യോഹന്നാനെ നമുക്കെല്ലാവർക്കും നന്നായി അറിയാം. തൻ്റെ ജീവിതം മുഴുവനും ക്രിസ്തുവിന് വഴിയൊരുക്കുവാൻ മാറ്റിവെച്ച ഒരു വ്യക്തിയാണ് സ്നാപക യോഹന്നാൻ. ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് സ്നാപകൻ തന്നെക്കുറിച്ച് തന്നെയുള്ള സാക്ഷ്യപ്പെടുത്തലാണ് നമ്മൾ വായിച്ചു കേട്ടത്. എല്ലാവരും സ്നാപകൻ്റെ പ്രഘോഷണങ്ങളും എല്ലാ തരത്തിലുള്ള സ്നാനം നൽകലും എല്ലാം കണ്ട് സ്നാപക യോഹന്നാനോട് ചോദിക്കുന്ന ചോദ്യം ഇതാണ്: നീ ആരാണ്? നീ ആരാണ് എന്ന് വ്യക്തമായിട്ട് ഞങ്ങളോട് പറയുക. കാരണം സ്നാപക യോഹന്നാൻ എല്ലാ തരത്തിലും ഏലിയ പ്രവാചകനെ സൂചിപ്പിക്കുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു. അപ്പോൾ ഏലിയ വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ മിശിഹ ആഗതനാകും എന്നുള്ള അവരുടെ വിശ്വാസം ഉറപ്പിക്കുവാൻ വേണ്ടി അവർ ചോദിക്കുകയാണ്, നീ ഏലിയായാണോ? ഈശോയിൽ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൻ്റെ, നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ, നമ്മുടെ നിലനിൽപ്പിൻ്റെ അടിസ്ഥാനപരമായൊരു ചോദ്യമാണ് ഹു ആർ യു, അല്ലെങ്കിൽ നീ ആരാണ്, അല്ലെങ്കിൽ ഞാൻ ആരാണ് എന്ന ചോദ്യം. ഈ ഒരു ചോദ്യം പലപ്പോഴും നമുക്ക് ഉത്തരമില്ലാതെ പോകുന്നത് കൊണ്ടും ഈ ഒരു ചോദ്യത്തെക്കുറിച്ച് നമുക്ക് പലതരത്തിലുള്ള കൺഫ്യൂഷൻസ് ഉള്ളത് കൊണ്ടുമാണ് നമ്മുടെ ജീവിതത്തിൽ എന്ത് നിലപാടെടുക്കണം, എന്ത് തീരുമാനമെടുക്കണം, ആരുടെ കൂടെ നിൽക്കണം, എന്തു ചെയ്യണം, ജീവിതത്തിൽ എന്നിൽ നിന്നും എന്താണ് പ്രതീക്ഷിക്കുന്നത് എന്നൊന്നും തിരിച്ചറിയാതെ നമ്മൾ പോകുന്നത്. പല ജീവിത നിമിഷങ്ങളിലും പലരും തങ്ങളുടെ തീരുമാനങ്ങൾ മാറ്റുന്നതും പലതരത്തിലും തങ്ങളുടെ ജീവിതത്തെക്കുറിച്ചുള്ള തീരുമാനങ്ങളിൽ അവർ വീണു പോകുന്നതുമെല്ലാം ഈ ഒരു കാര്യത്തെക്കുറിച്ച് ഉറപ്പില്ലാത്തത് കൊണ്ടാണ്. ഞാൻ ആരാണ്? ജീവിതത്തിൽ എൻ്റെ റോൾ എന്താണ്? എൻ്റെ ജീവിതത്തിൻ്റെ നിയോഗവും ദൗത്യവും എന്താണ്? ഞാൻ എന്തിനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ട ഒരു വ്യക്തിയാണ്? ഞാൻ എന്തിനു വേണ്ടി ജീവിക്കുന്നു? ഞാൻ എന്തിനു വേണ്ടി ആയിരിക്കുന്നു? വാട്ട് ഈസ് എ പർപ്പസ്? എന്താണ് എൻ്റെ ജീവിതത്തിൻ്റെ നിയോഗവും ലക്ഷ്യവും അർത്ഥവുമെല്ലാം? പലപ്പോഴുമൊക്കെ ഈശോയുടെ തിരുസന്നിധിയിലിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കി, നമ്മുടെ ഹൃദയത്തിലേക്ക് നോക്കി ഈ ചോദ്യം ഒന്ന് നമ്മൾ ചോദിക്കുന്നത് നല്ലതാണ്. ഞാൻ ശരിക്കും ആരാണ്? ഞാൻ ശരിക്കും ആരാണ്? ഈശോയിൽ പ്രിയമുള്ളവരെ, എന്താണ് ഈ ചോദ്യത്തിൻ്റെ അർത്ഥം? ഈ ചോദ്യത്തിൻ്റെ ഉത്തരം സ്നാപക യോഹന്നാനോട് ചോദിച്ചു, നീ ക്രിസ്തുവാണോ? സ്നാപക യോഹന്നാൻ പറഞ്ഞു, അല്ല. നീ ഏലിയായാണോ? സ്നാപകൻ വീണ്ടും പറഞ്ഞു, അല്ല. പ്രവാചകനാണോ? അല്ല. വളരെ വ്യക്തമായിട്ടും കൃത്യമായിട്ടും സ്നാപക യോഹന്നാൻ അറിയാമായിരുന്നു താൻ ആരാണ്, താൻ എന്തിന് വിളിക്കപ്പെട്ട ഒരാളാണെന്ന്. അതല്ലെങ്കിൽ ക്രിസ്തുവാണോ എന്ന് ചോദിച്ചപ്പോൾ സ്നാപക യോഹന്നാൻ ശങ്കിച്ചേനെ, എന്നിട്ട് ചിന്തിച്ചേനെ, ഇനി ഞാൻ ക്രിസ്തുവാണെങ്കിലോ? അതല്ലെങ്കിൽ ഏലിയാണോ ചോദിച്ചപ്പോൾ സ്നാപകന് പറയാമായിരുന്നു,
ചിലപ്പോൾ ഞാൻ ഏലിയായി ആയിരിക്കും. അത്തരത്തിൽ യാതൊരു ആശങ്കകളും സ്നാപകൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല. പിന്നീട് അവർ ചോദിക്കുക, നീ ആരാണ്? നീ എന്താ ഈ ചെയ്യുന്നത്? സ്നാപകൻ പറഞ്ഞു, ഞാൻ ക്രിസ്തുവിന് വഴിയൊരുക്കാൻ വന്നവനാണ്. ഞാൻ മരുഭൂമിയിൽ വിളിച്ചു പറയുന്ന ശബ്ദമാണ്. പലപ്പോഴും നമ്മളുടെ വീട്ടിലും കൂട്ടുകാരുടെ ഇടയിലും ജോലി സ്ഥലങ്ങളിലുമൊക്കെ പലരും നമ്മളെ ചോദ്യം ചെയ്യുമ്പോൾ നമുക്ക് തന്നെ ഉറപ്പില്ല, ഞാൻ എവിടെ നിൽക്കണം, ഞാൻ ആരുടെ കൂടെ നിൽക്കണം, എന്ത് തീരുമാനമെടുക്കണം. എന്തുകൊണ്ടാണ്? ഞാൻ ആരാണെന്നൊരു വ്യക്തത എനിക്കില്ല പലപ്പോഴും. ഈശോയെ പ്രിയമുള്ളവരെ, എന്നോട് ഞാൻ ചോദിക്കണം, ഞാൻ ആരാണ്? വചനം നമ്മളെ ഉദ്ബോധിപ്പിക്കുന്ന കാര്യം ഇതാണ്: ഞാനും നിങ്ങളുമെല്ലാം ദൈവത്തിൻ്റെ കരവേലയാണ്. ഞാനും നിങ്ങളുമെല്ലാം ദൈവത്തിൻ്റെ മക്കളാണ്, ദൈവമക്കളാകാൻ വിളിക്കപ്പെട്ടവരാണ്. അപ്പോൾ എന്താണ് എൻ്റെ വ്യക്തിത്വം? എന്താണ് എൻ്റെ ഐഡൻറ്റിറ്റി? ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട്, ദൈവത്തിൻ്റെ കരങ്ങളാൽ സൃഷ്ടിക്കപ്പെട്ട്, ദൈവത്തിൻ്റെ മകനും മകളുമാകാൻ വിളിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് ഞാനെന്ന ബോധ്യം. ആര് എന്നെക്കുറിച്ച് എന്ത് പറഞ്ഞാലും, ആര് എന്നെക്കുറിച്ച് എന്തൊക്കെ ചോദിച്ചാലും എനിക്കൊരു വ്യക്തത വേണം. ഞാനൊരു ദൈവപുത്രനാണ്, ദൈവപുത്രിയാണ്, ഞാനൊരു ദൈവത്തിൻ്റെ മകനാണ്, മകളാണ്. അതാണ് എൻ്റെ ഐഡൻറ്റിറ്റി. എനിക്ക് കിട്ടിയ ഈ ഒരു വ്യക്തിത്വം, ഈ ഒരു ഐഡൻറ്റിറ്റി എനിക്ക് തന്നത് ദൈവമാണ്. അത് എടുത്തു മാറ്റാൻ ലോകത്തിന് സാധിക്കില്ല. കാരണം അതിന് മേൽ ലോകത്തിന് അധികാരമില്ല. ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നില്ലേ, നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് മറ്റുള്ള എല്ലാ സൃഷ്ടജാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ, ദൈവത്തിൻ്റെ സ്വഭാവത്തിൻ്റെ, പരിശുദ്ധിയുടെ, ദൈവസ്നേഹത്തിൻ്റെ ആഴങ്ങളിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ് നമ്മൾ. ഒരുപക്ഷെ നാട്ടുകാരും വീട്ടുകാരും ഒക്കെ നമ്മളെ തള്ളി പറഞ്ഞേക്കാം, എന്തിനു ജനിച്ചു, എന്തിനു വേണ്ടി ജീവിക്കുന്നു എന്നൊക്കെ ചോദിക്കുമ്പോഴും ഞാൻ എന്തിനു വേണ്ടിയാണ് സൃഷ്ടിക്കപ്പെട്ടത്? ദൈവത്തിന് എന്നെക്കുറിച്ച് ആവശ്യമുള്ളത് കൊണ്ടാണോ? അല്ല. ദൈവത്തിന് എന്നെക്കുറിച്ച് എന്തെങ്കിലും ഉപകാരമുള്ളത് കൊണ്ടാണോ? അല്ല. ദൈവത്തിന് സ്നേഹമുള്ളത് കൊണ്ടാണ് ഞാൻ സൃഷ്ടിക്കപ്പെട്ടത്. ദൈവത്തിൻ്റെ സ്നേഹത്തിലാണ് ഞാൻ സൃഷ്ടിക്കപ്പെട്ടത്. ആയതിനാൽ പ്രിയമുള്ളവരെ, സ്നേഹിക്കുവാനും സ്നേഹിക്കപ്പെടുവാനും വേണ്ടി ദൈവസ്നേഹത്തിൽ നിന്ന് ഉരുവായൊരു വ്യക്തിയാണ് ഞാൻ. ആ ദൈവം എന്നെ വളരെ വിലയുള്ള, വളരെ പ്രഷ്യസ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് ദൈവം കണക്കാക്കുവാണ്. അതുകൊണ്ടാണ് സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത്, ദൈവം നമ്മെക്കുറിച്ച് പറഞ്ഞു, ഒരു നാണയത്തിന് 2 കുരുവികൾ വിൽക്കപ്പെടുന്നു, 2 നാണയത്തിന് 5 കുരുവികൾ വിൽക്കപ്പെടുന്നുവെങ്കിലും അവയിൽ ഒന്നുപോലും പിതാവറിയാതെ താഴെ പോകുന്നില്ല. എന്നാൽ അനേകം കുരുവികളേക്കാൾ വിലയുള്ളവരാണ് നിങ്ങൾ. നിങ്ങളുടെ ഓരോ തലമുടി ഇഴ പോലും എണ്ണപ്പെട്ടിരിക്കുന്നു. സങ്കീർത്തനം 139 വായിച്ചാൽ നമുക്കറിയാം എത്ര മനോഹരമായിട്ടാണ് ദൈവം നമ്മുടെ ജീവിതത്തെ വാർത്തെടുത്തത്. ഞാനിത് പറയാൻ കാരണം, ഈ ഒരു ബോധ്യത്തിൽ നമ്മൾ ജീവിക്കുന്നുണ്ടോ? ആർക്കും എന്നെ വേണ്ട എന്ന് പറഞ്ഞാലും, പലയിടത്തു നിന്നും ഞാൻ ഉപേക്ഷയും തിരസ്കരണവും അവഗണനയും അനുഭവിച്ചാലും, ദൈവസന്നിധിയിൽ നീ എൻ്റെ പ്രിയപ്പെട്ടവനാണ്, പ്രിയപ്പെട്ടവളാണ് എന്ന് ദൈവം എപ്പോഴും പറയും. നീ എനിക്ക് പ്രിയപ്പെട്ടവനാണ്, ബഹുമാന്യനാണ്, അമൂല്യനാണ്, ഞാനാണ് നിന്നെ പേര് ചൊല്ലി വിളിച്ചത്, നീ എൻ്റേതാണ് എന്ന് പറഞ്ഞ ഒരു ദൈവസ്നേഹത്തിൽ ഞാൻ എന്നും വിലമതിക്കപ്പെടുന്നുണ്ട് എന്നൊരു അവബോധത്തിൽ ജീവിക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ? ആ ഒരു കൺവിക്ഷൻ, ആ ഒരു അവയർനെസ് എനിക്കുണ്ടെങ്കിൽ, മറ്റാരും എന്നെ സ്വീകരിക്കുന്നില്ല എന്ന് തോന്നുമ്പോഴും, മറ്റാർക്കും എന്നെ വേണ്ട എന്ന് തോന്നുമ്പോഴും, എല്ലാവരും എന്നെ തള്ളിപ്പറയുമ്പോഴും ഞാനൊരിക്കലും ഒറ്റപ്പെടലിലേക്കോ നിരാശയിലേക്കോ പോകുന്നില്ല. കാരണം എൻ്റെ യഥാർത്ഥത്തിലുള്ള മൂല്യം, എനിക്ക് യഥാർത്ഥത്തിലുള്ള വില തരുന്നത് ദൈവമാണ് എന്ന് എനിക്കറിയാം. ഇതറിയാത്തത് കൊണ്ടാണ് പലപ്പോഴും മറ്റുള്ളവരിൽ നിന്ന് പ്രശസ്തിയും അംഗീകാരവും ആദരവും എല്ലാ തരത്തിലുള്ള സ്ഥാനമാനങ്ങളും ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ മാത്രമേ എനിക്ക് വിലയുള്ളൂ, അപ്പോൾ മാത്രമേ എൻ്റെ ജീവിതത്തിന് എന്തെങ്കിലും അർത്ഥമുള്ളൂ എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ, നമ്മുടെ ജീവിതത്തിൻ്റെ ഐഡൻറ്റിറ്റി, നമ്മുടെ ജീവിതത്തിൻ്റെ വ്യക്തിത്വം മുഴുവനും മറ്റുള്ളവരുടെ ചിന്തകളിൽ, മറ്റുള്ളവരുടെ വാക്കുകളിൽ, മറ്റുള്ളവരുടെ പെരുമാറ്റത്തിൽ, മറ്റുള്ളവരുടെ മുൻപിൽ എനിക്കുള്ള സ്ഥാനത്തിൽ, സ്ഥാനമാനങ്ങളിൽ തളച്ചിടാൻ നമ്മൾ നോക്കുവാണ്. അതുകൊണ്ട് മറ്റുള്ളവർ എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും, ഞാനിത് പറഞ്ഞാൽ അവരെന്നെക്കുറിച്ച് എന്ത് കരുതും, ഞാൻ ഇങ്ങനെ ചെയ്യുന്നാൽ അവരെന്ത് കരുതും, ഇങ്ങനെ ഓരോന്നും ചിന്തിച്ച് മറ്റുള്ളവരുടെ ചിന്തയിലും മറ്റുള്ളവർ തരുന്ന പ്രശസ്തിയിലും സ്ഥാനത്തിലുമൊക്കെയാണ് നമ്മൾ ജീവിക്കുന്നത്. അതിന് നേരെ വിപരീതമാണ് സ്നാപക യോഹന്നാൻ. കൃത്യമായിട്ട് അറിയാമായിരുന്നു താൻ ആരാണ്, താൻ എന്തിനു വേണ്ടി വിളിക്കപ്പെട്ടതാണ്, എന്താണ് തൻ്റെ ദൗത്യം. അതുകൊണ്ടാണ് ഹെരോദോസിനെ അടുത്ത് പോലും തെറ്റ് ചൂണ്ടിക്കാണിക്കാൻ മടി കാണിക്കാത്ത സ്നാപകനെ പ്രിയമുള്ളവരെ നമ്മൾ കാണുന്നത്. ആയതിനാൽ ഈ ദിവ്യബലിയിൽ നമുക്കൊരു വ്യക്തത ഉണ്ടായിരിക്കട്ടെ. ഞാൻ ആരാണ്?
ഞാൻ എന്തിനു വേണ്ടി വിളിക്കപ്പെട്ടതാണ്? സ്നാപക യോഹന്നാനെ പോലെ മറ്റുള്ളവരെ ക്രിസ്തുവിലേക്ക് നയിക്കുവാൻ, വെളിച്ചത്തിന് സാക്ഷ്യം നൽകുവാൻ, ക്രിസ്തുവിന് സാക്ഷിയാകുവാൻ വിളിക്കപ്പെട്ടതാണ് എൻ്റെയും നിങ്ങളുടെയും ജീവിതം. എന്നാൽ സ്നാപക യോഹന്നാനെ പോലെ ബാക്ക്ഗ്രൗണ്ടിൽ നിൽക്കുവാൻ, പിന്നാമ്പുറത്ത് നിൽക്കുവാൻ, ഒരു ഉപ്പ് അഴുകി ഇല്ലാതായി എന്നാൽ ഭക്ഷണത്തിന് മുഴുവനും രുചി പകരുന്നത് പോലെ എല്ലാവരും ശ്രദ്ധിക്കപ്പെടാനല്ല, എല്ലാത്തിലും ഉപരി എന്നിലൂടെ ക്രിസ്തു പ്രകാശിക്കുവാൻ, ഞാനല്ല തിളങ്ങേണ്ടത്, എന്നിൽ വസിക്കുന്ന ക്രിസ്തുവാണ് എന്നൊരു ബോധ്യത്തിൽ ഞാൻ വളരുവാനായിട്ട് സ്നാപക യോഹന്നാൻ്റെ മാതൃക നമ്മളെ പ്രചോദിപ്പിക്കട്ടെ. ഇന്ന് തിരുസഭ വിശുദ്ധ ബേസിലിനെയും വിശുദ്ധ ഗ്രെഗറി ഓഫ് നസിയാൻസിനെയും ഓർമ്മിക്കുന്ന ദിവസമാണ്. ആത്മാർത്ഥ സുഹൃത്തുക്കളായിരുന്നു ഇവർ രണ്ടുപേരും. വിശ്വാസം പരിരക്ഷിക്കുന്നതിന് വേണ്ടി AD 330 മുതലുള്ള കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നവരാണ്. ഇവരുടെ ജീവിതത്തിൽ ഒരിക്കലും ക്രിസ്തുവിനേക്കാൾ അധികമായിട്ട് തങ്ങളെ തന്നെ പ്രശോഭിക്കാൻ ഇവർ ആഗ്രഹിച്ചില്ല. ക്രിസ്തുവിന് വേണ്ടി പോരാടി ആര്യൻ ഭാഷണ്ഡതയ്ക്കെതിരെ പോരാടിയവരാണ് ഇവർ രണ്ടുപേരും. ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങളെയെല്ലാം മാറ്റി നിർത്തി യഥാർത്ഥത്തിൽ ക്രിസ്തു പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമാണെന്ന് ഉള്ള കാര്യങ്ങൾ ഏറ്റവും മനോഹരമായിട്ട് സഭയ്ക്ക് പറഞ്ഞു തന്ന് നമ്മൾ ചൊല്ലുന്ന നിക്കിയ സൂനകദോസിൻ്റെ ലഭിച്ച നിക്കിയ വിശ്വാസ പ്രമാണമൊക്കെ രൂപപ്പെടുത്തിയെന്നതിൽ വലിയ പങ്ക് വഹിച്ചവരാണ് വിശുദ്ധ ബേസിലും വിശുദ്ധ ഗ്രെഗറിയുമൊക്കെ. നമുക്ക് ചുറ്റുമുള്ള വിശുദ്ധരെല്ലാവരും സ്നാപക യോഹന്നാനെ പോലെ ക്രിസ്തുവിന് സാക്ഷ്യം വഹിച്ചവരാണ്. വിശുദ്ധരാകാൻ വിളിക്കപ്പെട്ട നമ്മളും നമ്മുടെ ദൗത്യവും ഇത് തന്നെയാണ്, ജീവിതം കൊണ്ട് ക്രിസ്തുവിനെ പ്രഘോഷിക്കുക. സ്നാപക യോഹന്നാനെ പോലെ ജീവിതത്തിൽ വ്യക്തതയുള്ളവരായിരിക്കുക. ഞാൻ ആരാണ്? ഞാൻ എന്തിനു വേണ്ടി വിളിക്കപ്പെട്ട വ്യക്തിയാണ്? ദൈവസന്നിധിയിൽ എൻ്റെ സ്ഥാനം എന്താണ്? ഞാനായിരിക്കുന്ന ഓരോ ഇടങ്ങളിലും ക്രിസ്തു എന്നിൽ ജീവിക്കുന്നുണ്ടോ, പ്രകാശിക്കുന്നുണ്ടോ? ആത്മശോധന ചെയ്യാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.